കുറെ കാലത്തിന് ശേഷം ഇപ്പൊ ഒരു ഓട്ടോയിൽ വരുന്നത്. എത്ര പൈസ? പൈസ ഇത് ഫ്രീ ആണ്. ഫ്രീ ആണ്. അപ്പൊ ഞാനിത് ട്രയലിന് വേണ്ടി ചോദിച്ചാ കേട്ടാ. സുഹൃത്തുക്കളെ, ഒരു ഓട്ടോ നമുക്ക് പരിചയപ്പെടാം. എന്താ ഇതിന്റെ പേര്? ഹാപ്പിനെസ് ഓട്ടോ ആണ്. പിന്നെ ഇതൊരു വലിയ മാതൃകയാണ് ഇവരുള്ളത്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം. എന്താ ഇതിനെ കുറിച്ച് ഒന്ന് നിങ്ങളുടെ പേര് പറയും? എൻ്റെ പേര് കുഞ്ഞോമായി. ഞാൻ ഇത് എടുത്തന്ന് മുതൽ തന്നെ ഞാൻ 2 വർഷമായിട്ട് ഞാനാണ്. നിങ്ങളാണോ ഡ്രൈവർ? ഇപ്പോൾ പേരെന്തേനോ? ഇർഷാദ്. അപ്പൊ അല്ല, നിങ്ങള് പിന്നെ ഇത് ആരാ? ഇതിന്റെ സംവിധാനത്തിന്റെ ആളാരാ? നമ്മളെ മുതലാളി നാസർ അവരപ്പാക്കും വേണ്ടി ആദ്യമായതാണ്. അവരിപ്പ മരിച്ചു പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. മൂപ്പര് എവിടുത്തേരനാണ്? മൂപ്പര് ചുള്ളിപ്പറമ്പ് വേങ്ങര. ഓക്കെ, എന്നിട്ട് പറയും. അപ്പൊ മരിച്ചുപോയി ഒന്ന് പറയും. ഇപ്പൊ ബാപ്പാക്കും വേണ്ടി, ബാപ്പാക്കും മറ്റുള്ള പാവങ്ങൾക്കും വേണ്ടി ആദ്യ രോഗികൾക്ക്, പിന്നെ പ്രായമുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രായമുള്ള ആളുകളുണ്ടാവും, മക്കൾ കൊണ്ടാവത്തവർ, അവർക്കൊക്കെ വൈകുന്നേരം ഒന്ന് വിസിറ്റിംഗ് നടത്തും. കാണാത്ത സ്ഥലങ്ങൾ ഹൈവേ കാണും. കോഴിക്കോട് ബീച്ചിൽ പോവും, കടപ്പുറം ബീച്ചിൽ പോവും, പിന്നെ ചെരുപ്പടി മല പോവും. അവിടെയൊക്കെ പോയിട്ട് അവർക്കൊരു ഹാപ്പി, അവർക്കൊരു ഉല്ലാസം. പൈസ ഒന്നും കൊടുക്കണ്ട. പൈസ ഉണ്ട്. അവർക്ക് ചായയും വെള്ളമൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കും. അതും കൊടുക്കും പോണ പൂക്കില്. നാസർ ഭായ് സല്യൂട്ട്. പറഞ്ഞോളൂ. ഇനിയിപ്പോ എന്താ ഇത്, പിന്നെ ഇപ്പൊ ഇവർ രോഗികളുണ്ട്. അതിലൊരാൾ. പിന്നെ നിങ്ങൾ എടുക്കാണ്? നിങ്ങൾ എടുക്ക വേങ്ങര അല്ലേ? പേരെന്താ? മുഹമ്മദ്. ഇപ്പൊ ഇവിടെ ഡയാലിസിസ് എവിടെ? കരുണീര്. ഈ വണ്ടിയിലാ പോകാറുള്ളത്? ഈ വണ്ടിയിലാ പോകും. എത്ര വർഷമായിട്ട്? ഇതിപ്പോ 1.5 വർഷമായില്ലേ? 1.5 വർഷമായിട്ട് ഈ വണ്ടിയിൽ. അങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷ. അത് ഭയങ്കര സംഭവം ഉള്ളത്. പിന്നെ തെറാപ്പിസ്റ്റ് രോഗികള് പോകുന്നുണ്ട്. നിങ്ങളെ കിട്ടണമെങ്കിൽ ഏത് നമ്പറാ? ഈ 7 പരിസരത്തുള്ള ആളുകൾക്കാ? ഭയങ്കര നമ്മളെ ഈ പഞ്ചായത്തിൽ പെട്ടെന്ന് പോയി വരണേ. ഓക്കെ, ഏതായാലും സന്തോഷം. മോൻ എങ്ങനെയുണ്ട്? ഉഷാറാണല്ലോ. ഇത് എത്ര ഓട്ടം ഉണ്ട് മുതലാളി? ഇങ്ങനത്തെ വളാഞ്ചേരിക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുണ്ടോട്ടിയില് ബിസ്മി കൾച്ചർ സെന്ററിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ബഷീർഖാന്റെ ബിസ്മിക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. പാലക്കാട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ 4 വണ്ടി. മൂപ്പർക്ക് രോഗികൾക്ക് യാത്ര കാലൊക്കെ നീട്ടി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. 3 രോഗികളാവുമ്പോ നല്ല ഹാപ്പി ആയിട്ട് കാറിൽ പോണവര് പോകാം, യാത്ര ചെയ്ത് പോകാം, ഇങ്ങോട്ട് പോരാനും. അതാണ് ഇപ്പൊ മെയിൻ. യാത്ര ഹാപ്പിയാണ്. ഹാപ്പിനെസ് ഓട്ടോ വണ്ടർഫുൾ. വീഡിയോ ഷെയർ ചെയ്തോളൂ. ഇങ്ങനത്തെ വലിയ വലിയ ആളുകൾ നമ്മളെ പരിസരത്ത് ജീവിക്കുന്നുണ്ട്. ഇത് ചാരിറ്റിൻ്റെ വേറൊരു മുഖമാണ്. കാരണം ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മേഖലയാണ്. കാരണം ഒരുപാട് ആളുകളുണ്ട് യാത്രക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികളും വൃദ്ധന്മാരൊക്കെ. അവർക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും ഇതുപോലുള്ള ഹാപ്പി ഓട്ടോസ്. മാത്രമല്ല, നമ്മൾ കാലടിച്ച് വരുമ്പോൾ രോഗികളെ കാലുകൊണ്ട് കൈകൊണ്ട് വയ്യാത്ത രോഗികളെ റോട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശിച്ച് അവർ വീട്ടിലാക്കി കൊടുക്കും. പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പ്രായം ചെന്നവർക്ക് നമുക്കൊരു മകനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് അവരുടെ കൂടെ ഈ ഉല്ലാസത്തിൽ പങ്കുചേരുക. പിന്നെ ഡ്രൈവറായിട്ടില്ല, ഒരു വളണ്ടറായിട്ടാണ് നമ്മൾ അവരുടെ കൂടെ. ഒരു വോളണ്ടറി സർവീസ് ആണ്. ഏതായാലും ഇതുപോലത്തെ എല്ലാവരും തുടങ്ങട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കണത് അല്ലേ? പിന്നെ എല്ലാവരും തുടങ്ങി. അതെ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേറൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയത്, പിന്നെ വീട്ടില് ചിലപ്പോ ആളില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ടറായിട്ട് മാറണം. അതെ. അവര് ആളില്ലാത്തവർ ഇവര് സേവിക്കാനുള്ള. പിന്നെ സൺഡേ ഫുള്ള് ഹാപ്പിയാണ്. ഫുൾ ടൂറുണ്ട്. ഫുള്ള് ആൾക്കാരെ പല സ്ഥലങ്ങളിൽ കൊണ്ടെടുക്കാം. ഭയങ്കര സംഭവം തന്നെ കേട്ടോ.